അപ്പോൾ എല്ലാവർക്കും ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഇടാനായിട്ട് ഡിലേ വന്നതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് യൂട്യൂബിൽ എപ്പോഴും വീഡിയോ ഇടുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് സമയത്തിന് ഇടാൻ കഴിയണമെന്ന്. പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഷോർട്സിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ 1-ാം തീയതി മുതൽ അത് പ്രാബല്യത്തിലായിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വ്യൂവേഴ്സ് കാണിക്കണേ ഈ 2 ദിവസമായിട്ട്. പക്ഷെ അതിൻ്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ യൂട്യൂബിനായിട്ട് ഒന്ന് ചാറ്റ് ചെയ്യണ്ടായി. ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി അവർ എനിക്ക് തന്നു. അപ്പോൾ പുതിയ അപ്ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്യൂവേഴ്സ് ഉണ്ടല്ലോ, ഷോർട്സ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വ്യൂവേഴ്സ് ഭയങ്കരമായിട്ട് കാണിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 വ്യൂവേഴ്സ് നമുക്ക് സ്ഥിരമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5000, ചിലപ്പോൾ ഒരു 2000, ചിലപ്പോൾ ഒരു 3000 ഇങ്ങനെയുള്ളത്. അപ്പോൾ ഈ 2 ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കര വ്യൂവേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ 1-2 ആൾക്കാർ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ ഭയങ്കര വ്യൂവേഴ്സ്? ഇതേവരെ 20, 30, 40, 50 ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ 1000, 2000 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ വീഡിയോ ഇടുമ്പോൾ നമ്മളെ സുഹൃത്തുക്കളായാലും മറ്റുള്ളവരായാലും ഈ വീഡിയോ കാണും. ആ വീഡിയോ കാണുമ്പോൾ അവർ ഇത്രയും ആൾക്കാരത് കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും യൂട്യൂബ് തുറന്ന് നമ്മളെ വീഡിയോ കാണും. അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വീഡിയോ ഇട്ട്, നമ്മളൊരു വീഡിയോ ഇട്ട് അതിന് 1000, 2000, 3000, 4000, 5000 വ്യൂവേഴ്സ് കാണുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ വിചാരിക്കണം, ഇതിലെന്തോ സംഭവമുണ്ട്, അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ വ്യൂവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വേറെ രൂപത്തിലാണ്. എൻഗേജ്ഡ് വ്യൂ മാത്രം നമ്മളുടെ ഇതിലേക്ക് വരുള്ളൂ. പക്ഷേ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യൂവേഴ്സ് കാണിക്കും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പുതിയൊരു അപ്ഡേറ്റ്. അപ്പോൾ അത് ഒരു വിധപ്പെട്ട ആൾക്കാർക്കൊക്കെ നല്ലതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യൂവേഴ്സ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് ഉപകാരപ്പെടും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷമുള്ളൂ ഇങ്ങനെ വ്യൂവേഴ്സ് കൂടുതൽ കാണുമ്പോൾ. പക്ഷെ അത് എങ്ങനെയാണ് ഇത് കൂടുതൽ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുന്നതാണോ ഇവർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ പരിപാടിയാണെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഒരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, നിങ്ങളുടെ വീഡിയോ, ഷോർട്സ് വീഡിയോ ഇനി കൂടുതൽ വ്യൂവേഴ്സ് വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ നോട്ടിഫിക്കേഷൻ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സത്യാവസ്ഥ അവർക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും അതൊരു നല്ലൊരു ഇതാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ച് സന്തോഷം തരുന്ന ഒരു കാര്യമെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ പക്ഷെ യൂട്യൂബ് ചില സമയത്ത് എന്താണ് ചെയ്യണമെന്ന് നമുക്ക് തന്നെ പിടിയില്ല. ചില സമയത്ത് വേണം ഭയങ്കര വ്യൂ, ചില സമയത്ത് ഒന്നും ഉണ്ടാവില്ല. ചില സമയത്ത് നമ്മളെ ലോങ് വീഡിയോയ്ക്ക് വളരെ വളരെ വ്യൂവേഴ്സ് കുറവായിരിക്കും. പക്ഷേ ഷോർട്സ് ഇടുമ്പോൾ നല്ല വ്യൂവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഇതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ യൂട്യൂബ് പുതിയ പുതിയ അപ്ഡേറ്റുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്നൊരു പിടിയില്ലാത്ത അവസ്ഥയിലാണ്. പക്ഷെ എന്നാലും ഏകദേശം ഇപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അധികം ആൾക്കാരൊന്നും കാണുന്നില്ല. പിന്നെ നമ്മുടെ ചാനലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ റൺ ചെയ്ത് പോകണുള്ളൂ. അപ്പം ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഈ മാസം അവസാനത്തോടു കൂടിയിട്ട് നമ്മളിവിടെ സൗദിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. അങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്ത് ഇടാൻ പോകണം. അപ്പോൾ ജനങ്ങളിലേക്ക് അത് എത്തല്ല. ഒരുപാട് സ്ഥലങ്ങൾ, കാണാത്ത സ്ഥലങ്ങളുണ്ടാവും. അതൊക്കെ പകർത്തിയിട്ട് ഇടാനുള്ള പരിപാടിയുണ്ട്. ഇപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ വെറുതെ കണ്ണി കണ്ട വീഡിയോ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഈ മാസം അവസാനം വരെ എല്ലാവരും ക്ഷമിക്കുക. അത്രയും നാളും ഇങ്ങനെയുള്ള എന്താണെന്ന് വെച്ചാൽ യൂട്യൂബൊന്നും നമ്മളായിട്ടൊന്നും ഒരു എന്താ പറയുക, ഒരു കണക്ഷൻ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത്രയും ദിവസം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകൾ ഇട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഇരുന്നത്. പക്ഷേ എന്തായാലും ഈ മാസം ലാസ്റ്റോട് കൂടിയിട്ട് ഒരു നല്ല നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇത് പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് ഇവിടെ ഒരുപാട് ഉണ്ട്. ഇവിടെ വലിയ വലിയ തോട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഒട്ടകങ്ങളുണ്ട്, ഒരുപാട് ഒട്ടകമുള്ള സ്ഥലമുണ്ട്, കുതിരകളുള്ള സ്ഥലമുണ്ട്, കുതിര ഫാമുകൾ, ഒരുപാട് ഫാമുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ഇങ്ങോട്ട് കണ്ടിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും യൂട്യൂബ് ഇവിടുത്തെ സാഹചര്യമല്ലല്ലോ. ഓരോരുത്തർ ജോലി കഴിഞ്ഞൊന്നും കണ്ട് പിന്നെ ഇത് എടുക്കാൻ പോകും, എന്തൊക്കെ പോകും, ഒരുപാട് കാര്യങ്ങളുണ്ട് റൂമിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ
നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ ചെറിയൊരു ടൈം പാസും കൂടിയാണല്ലോ, വെറുതെ റൂമിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാന്നുള്ള രൂപത്തിലാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും നമ്മൾ വേറൊന്നും രൂപത്തിൽ നിൽക്കരുത്. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഈ PM ബ്രാൻഡ് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അതേപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിടും. അത് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ഇല്ലാത്തവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയൊക്കെയാണ് പോണത്. അപ്പം എന്തായാലും അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ കാണാം.